ഹായ്, നമസ്കാരം. എല്ലാവർക്കും അരയാൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് തമ്മിൽ നിങ്ങൾ കണ്ടു കാണും, ഐഡൻറ്റിറ്റി 2025 ജാനുവരി 2 റിലീസായിട്ടുള്ള ടൊവിനോ തോമസിൻ്റെ ഏറ്റവും പുതിയ പടം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സിനിമയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുണ്ട്. അതായത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അത് പ്രേക്ഷകന് വേണ്ടിയിട്ടായിരിക്കണം എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഞാൻ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമ, ഓക്കെ, നമ്മളൊരിക്കലും ഒരു സിനിമ വ്യവസായം നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ അതിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കണമെന്നോ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ എനിക്കും എൻ്റെ സ്ഥാപനത്തിനൊന്നും ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹമില്ല. പക്ഷേ ഞാൻ ഇതേപ്പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമയെപ്പറ്റി നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. ഓക്കെ, അപ്പം ഞാൻ ഈ മൂവി കണ്ടു. അപ്പം ഞാൻ മൂവി കണ്ടപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന രണ്ട് പാർട്ടാണ്. ഒന്ന് മൂവിയുടെ പ്ലസ് പോയിൻറ്റ്സ്, രണ്ട് മൈനസ് പോയിൻറ്റ്സ്. അപ്പം പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഇപ്പോൾ ടൊവിനോയുണ്ട്, ഷമി തിലകനുണ്ട്, വിനയ് റായ് ഉണ്ട്, തൃശ്ശയുണ്ട്, അങ്ങനെയുള്ള ഒരു ബിഗ് സ്റ്റാർ കാസ്റ്റ് എന്ന ഈ സിനിമയിലുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് കൊടുക്കുന്നത് ഇതിൻ്റെ ഡയറക്ടേഴ്സായിട്ടുള്ള അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ, ഈ രണ്ട് പേർക്കുമാണ് എൻ്റെ ഫസ്റ്റ് ഇത്. കാരണം ഡയറക്ഷൻ ഈസ് വെരി ഗുഡ്, നല്ല ഡയറക്ഷനാണ്. പിന്നെ നമ്മൾ DOP ആണെങ്കിലും ശരി, എഡിറ്റിംഗ് ആണെങ്കിലും ശരി, BGM ആണെങ്കിലും ശരി, ഓക്കെ, എല്ലാം സോങ്സ് ആണെങ്കിലും ശരി, പിന്നെ നമ്മുടെ ഇതിലുള്ള ഏതൊരു ലീഡ് കാസ്റ്റിൻ്റെയും പെർഫോമൻസ് ആണെങ്കിലും ശരി, എല്ലാം വളരെ നന്നായിട്ടുണ്ട് ഈ സിനിമയിൽ. പക്ഷേ ഇപ്പോൾ ഞാൻ എസ്പെഷ്യലി നമുക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. കാരണം ഈ ഫസ്റ്റ് ഹാഫ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇപ്പം ഒരുപാട് സിനിമയെപ്പറ്റി കാണുന്നവർ അല്ലെങ്കിൽ സിനിമയിൽ ഒരുപാട് റിസർച്ച് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ ഡൗട്ട്സ് തോന്നാമെങ്കിലും ഇയാളാണോ പ്രശ്നം, അങ്ങനെയാണോ, വീണ്ടും തിരിച്ച് ഒരാളിലോട്ട് കഥ വീണ്ടും കൊണ്ടുവന്ന്, അപ്പോൾ അങ്ങനെ വളരെയധികം സങ്കീർണമായിട്ടാണെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫ് പ്രേക്ഷകന് ഒരു ബൂസ്റ്റ് ബമ്പിങ് നൽകിക്കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് തീരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ആക്ഷൻ ത്രില്ലേഴ്സിൻ്റെയും ക്രൈം ത്രില്ലേഴ്സ്, എസ്പെഷ്യലി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സിൻ്റെയൊക്കെ ഒരു ആരാധകനാണ്. അപ്പോൾ ഇതിൽ ടൊവിനോ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റാണ്. സ്കെച്ച് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പോലീസുകാർ ക്രൈം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് വിറ്റ്നസ്സുകാരെ ഇരുത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായത്തിൽ അവർ കണ്ട കൊലയാളി ആര്, അപ്പോൾ ആ കൊലയാളിയുടെ രൂപരേഖ തയ്യാറാക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. അപ്പം ഇദ്ദേഹത്തിനെ പറ്റി സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ഇദ്ദേഹം ഭയങ്കര ബുദ്ധിമാനാണ്, ഒബ്സർവേഷൻ്റെ ഉസ്താദാണ് എന്നുള്ള രീതിയിലൊക്കെയാണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് അംഗീകരിക്കാം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് വരെ ഒരു രക്ഷയില്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടമുള്ള അഭിനയമാണ്. ഷമ്മിച്ചേട്ടനൊക്കെ ലെവലില്ല, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. കാരണം ഷമ്മിച്ചേട്ടൻ്റെ ഒരു ഇതിൽ സിനിമ തിരിയുമെന്ന് തോന്നുന്നിടത്തൊക്കെ ഷമ്മിച്ചേട്ടൻ്റെ പെർഫോമൻസ് സിനിമ ഭയങ്കരമായിട്ട് വീണ്ടും ട്വിസ്റ്റ് ഉണ്ടാക്കിയ ആളുകളിൽ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഈസ് ഓക്കെ. പക്ഷേ സെക്കൻഡ് ഹാഫാണ് സത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെ ഒരു ഓൺ ടൈം വാച്ചബിൾ മാത്രമാക്കി മാറ്റുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫിൽ അവർ ട്രീറ്റ് ചെയ്ത ആ ഒരു സ്പീഡ്, ആ ഒരു ട്വിസ്റ്റുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും സെക്കൻഡ് ഹാഫിൽ അവർക്കത് നിലനിർത്താൻ, ആ ഒരു ടെമ്പോ നിലനിർത്താൻ പറ്റിയിരുന്നെങ്കിൽ ഈ സിനിമ അടുത്ത് മാർക്കോ പോലൊരു ഹിറ്റാകുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ മാർക്കോയ്ക്ക് ശേഷം സാമാന്യം കളക്ഷൻ നേടേണ്ട ഒരു സിനിമയായിരുന്നു ഇതെന്ന് എൻ്റെ ഒരു അഭിപ്രായമുള്ളൂ. കാരണം നമ്മളൊരു സിനിമ കാണുമ്പം തീർച്ചയായിട്ടും നമുക്ക് സെക്കൻഡ് ടൈം വാച്ചബിൾ ആണെന്ന് തോന്നിയാൽ മാത്രമേ ആ സിനിമ വർത്തായിട്ടുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. എസ്പെഷ്യലി ക്രൈം ത്രില്ലേഴ്സൊക്കെ ആണെങ്കിലും ആക്ഷൻ ത്രില്ലേഴ്സൊക്കെ ആണെങ്കിലും. ഇപ്പോൾ നമ്മളൊരു ഫീൽ ഗുഡ് മൂവിയാണ്, ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ പോലൊരു സിനിമയാണ്, ഓക്കെ, വരന ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ, നമുക്കൊരു ഫീൽ ഗുഡിൽ ഇറങ്ങി വരാം. ബട്ട് ഇത് നമ്മൾ ഇത്രയും ഒരു ആക്ഷൻ ആയിട്ട് ഇത്രയും ബഡ്ജറ്റ് ചെയ്ത് ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിനെ കൊണ്ടുവന്നു. അതും ആലോചിച്ച് നോക്കണം, ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ്. ഒരു ടീം രാഗം മൂവീസാണ്. രാഗം മൂവീസ് എന്ന് പറയുമ്പം മലയാളത്തിലെ പല ക്ലാസികളും നിർമ്മിച്ചിട്ടുള്ള, അതായത് എസ്പെഷ്യലി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, പത്മനാഭൻ സാറിൻ്റെ ലാലേട്ടൻ തകർത്തഭിനയിച്ച സിനിമയിലേക്ക് പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ അവർ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും രാഗം മൂവീസും ഫോറൻസിക്കിന് ശേഷം ടൊവിനോയായിട്ട് വീണ്ടും ഒരുമിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് പടം തന്നെയാണ് ഐഡൻറ്റിറ്റി. ഇതിൻ്റെ ഇതിൻ്റെ ഈ ടൈറ്റിലിംഗ് ഒക്കെ ഭയങ്കരമാണ്, ഭയങ്കര സൂപ്പറാണ്. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് സ്ക്രിപ്റ്റ്, പിന്നെ വന്നിട്ട് നമ്മൾ എസ്പെഷ്യലി എല്ലാ സിനിമകളിലും ഇന്ന് ഏതൊരു പ്രേക്ഷകനും വിചാരിക്കുന്ന പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ,
അത് നായകൻ്റെ ആണോ വില്ലൻ്റെ ആണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതിയിൽ നായികയ്ക്കുള്ള പ്രശ്നം, നായികയുടെ സ്ക്രീൻ അപ്പിയറൻസസ്, പിന്നെ ചേസിങ് സീക്വൻസുകൾ, ഇതൊക്കെ തീരെ 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 താഴ്ന്നു പോയി എന്നേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട് ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. എസ്പെഷ്യലി ഞാൻ പറയുന്ന കാര്യം, ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ മേലെ ഉള്ള സിനിമകൾ നമ്മൾ ഇഷ്ടം പോലെ കണ്ടു വന്നിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പുറത്താണ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഐഡൻറ്റിറ്റി ഒരു മോശം സിനിമയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ടൈം കണ്ടിട്ട് ഇറങ്ങാം. തീരെ അങ്ങ് കത്തി കച്ചറ അങ്ങനെയുള്ള സിനിമയൊന്നും അല്ല. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ലെവല് സെക്കൻഡ് ഹാഫിന് ഇല്ല എന്ന് തന്നെയാണ്. സോ ഞാൻ ഇതിൽ കൊടുക്കുന്ന മാർക്ക് 10ൽ 4ആണ്. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായം പറഞ്ഞില്ല. പക്ഷേ ഓൺ ടൈം വാച്ചബിളാണ്. സോ കാശ് അങ്ങനെ ഒരു നഷ്ടം നിങ്ങൾ വിചാരിക്കേണ്ട. പോയി കണ്ടു കഴിഞ്ഞാലും നഷ്ടമൊന്നുമില്ല, നിങ്ങൾക്ക് സിനിമ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാം. ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് അനാവശ്യമായ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും സിനിമ ഓൺ ടൈം വാച്ചബിളാണ്.